ഹലോ മൈ ഡിയർ സ്റ്റുഡന്റ്, വെൽക്കം ടു ഏകൻ ക്ലാസ്സസ്. അപ്പോൾ പ്ലസ് വണ്ണിൽ നമുക്ക് ഒരുപാട് ഗ്രാഫുകൾ പഠിക്കാനുണ്ട് അല്ലേ? ഈ എല്ലാ ഗ്രാഫും കൂടി നമുക്ക് ഒരൊറ്റൊരു വീഡിയോയിൽ കിട്ടിയാലോ? സോ ഈ വീഡിയോയിൽ പ്ലസ് വണ്ണിലുള്ള എല്ലാ ഗ്രാഫുകളും ഉണ്ട്. അപ്പോൾ അതിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാഫുകൾ ഉള്ളത്, പിന്നെ ട്രിഗ്നോമെട്രിയിലാണ് ഗ്രാഫ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഇതുവരെ ചോദിച്ച എല്ലാ ഗ്രാഫുകളും ഉണ്ട്. ഈ ഗ്രാഫുകൾ പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ ഒരു ഗ്രാഫ് മാത്രം തന്നിട്ട് ഇതിൽ ഐഡന്റിഫൈ ദ ഗ്രാഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഏതാ, ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു തവണ ചോദിച്ചത് മാച്ച് ദ ഫോളോയിങ്, ഒരു സൈഡിൽ മൊത്തം ഗ്രാഫുകളും ഒരു സൈഡിൽ ഫംഗ്ഷൻ്റെ ഇക്വേഷനും, അപ്പോൾ അത് വെച്ച് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൊമൈൻ റേഞ്ച് ചോദിക്കാം. അങ്ങനെ പല രീതിയിലും ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം ഉള്ളത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. നമുക്ക് ഫംഗ്ഷന്റെ പേരിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഫംഗ്ഷന്റെ ഈ കാണുന്ന ഇക്വേഷൻ. സോ ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഞാൻ പേര് ജസ്റ്റ് ഇവിടെ എഴുതി വെക്കാം, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പോൾ പേരല്ല, മാത്സിൽ അതിന്റെ ഇക്വേഷൻസ് ആയിരിക്കും തരാം, എന്നാലും പേരും കൂടി പഠിച്ചോ. ഓക്കെ, സോ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ബട്ട് ഈ സി എന്ന് പറയുന്നത് ഏതൊരു റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ആവാം, 3 ആവാം, 4 ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, ഇപ്പം ആക്ച്വലി ഞാനിവിടെ വരച്ചിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2ന്റെ ഗ്രാഫാണ്, സിക്ക് 2 എന്നുള്ള വാല്യൂ വെച്ചിട്ട്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ 2 എന്ന് പറയുമ്പോൾ സി എഫ് ഓഫ് എക്സ് ഈക്വൽ 2 എന്ന് പോകാം, ചിലപ്പോൾ വൈ ഈസ് ഈക്വൽ ടു വൈ ആണ് എഫ് ഓഫ് എക്സ് കേട്ടോ, വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് ആവാം. സോ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ എഫ് ഓഫ് എക്സിനെ വൈ ആയിട്ട് എടുത്തിട്ട്, മീൻസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വൈ ആക്സിസിൽ എടുത്തിട്ട്, അതായത് വൈ ഈസ് ഈക്വൽ ടു 2 എന്നുള്ള ഫോം വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. സോ വൈ ഈസ് ഈക്വൽ ടു 2ന്റെ ഗ്രാഫാണ് ആക്ച്വലി ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. എല്ലാത്തിലും എഫ് ഓഫ് എക്സിന് പകരം വൈ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ത്രൂ ഔട്ട് 2 ആണ്. എക്സ് കോർഡിനേറ്റ് എന്തും ആയിക്കോട്ടെ, വൈ കോർഡിനേറ്റ് 2 ആണ്. സോ അത് 2ലൂടെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരും. ഓക്കെ, ഇനി y is equal to 3 ആണെങ്കിൽ 3ലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരും. y is equal to -1 ആണെങ്കിൽ ഇത് -1ലൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരും. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതിന്റെ ഡൊമൈൻ റേഞ്ച് കൂടി നോക്കി വെച്ചോ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഓൾ റിയൽ നമ്പർ. ഓക്കെ, ഡൊമൈൻ ഇസ് ഓൾ റിയൽ നമ്പർ. ഞാൻ ഡൊമൈനിന് ഡി എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഡൊമൈൻ ഇസ് ഈക്വൽ ടു ഡി എന്ന് എഴുതിയിട്ട് കാര്യമില്ല, ഡി ഓം കൂടി എഴുതാം. ഓക്കെ, ഡി ഒ എം. ഡൊമൈൻ ഇസ് ഓൾ റിയൽ നമ്പർ. റേഞ്ച് ഓക്കെ, റാൻ എന്ന് എഴുതിയിട്ടുണ്ട്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു ഏതാണോ ഇത്, ഓക്കെ, ഈ വാല്യൂ ഏതിലൂടെയാണോ പാസ് ചെയ്തത് ആ നമ്പർ മാത്രം ഉണ്ടാവും. ഓക്കെ, സെറ്റ് 2 ആ ഒരു വാല്യൂ മാത്രം ഉണ്ടാവും. കാരണം അതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും 2 ആണ്. ഇൻപുട്ട് ഇതൊക്കെ ഏത് വാല്യൂ വേണം ഇൻപുട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് എന്ത് വരും, 2 തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, 1ൽ വാല്യൂ 2, 2ൽ വാല്യൂ 2, ഇനി 1ന്റെയും 2ന്റെ ഇടയിൽ ഇപ്പോൾ 1.5ലും വാല്യൂ 2. സോ വാല്യൂ എപ്പോഴും 2 ആണ്. അതാണ് ഇതിന്റെ റേഞ്ചിൽ 2 മാത്രം ഉള്ളത്. ഓക്കെ, സോ ഗ്രാഫിൽ നിന്ന് തന്നെ ആക്ച്വലി നമുക്ക് ഡൊമൈനും റേഞ്ചും ഒക്കെ കിട്ടും. എക്സിന്റെ വാല്യൂസ് ആണ് ഡൊമൈൻ, വൈന്റെ വാല്യൂസ് ആണ് റേഞ്ച്. ഓക്കെ, സോ ഈ ഗ്രാഫിൽ പിന്നെ മീൻസ് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡൊമൈൻ ഇസ് ഈക്വൽ റിയൽ നമ്പർ, റേഞ്ച് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫ്. സോ ഈ ഫംഗ്ഷന്റെ പേരാണ് സിഗ്നം ഫംഗ്ഷൻ കേട്ടോ, സിഗ്നം ഫംഗ്ഷൻ. സോ പേരിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ ഇക്വേഷൻ. സോ സിഗ്നം ഫംഗ്ഷന്റെ ഇക്വേഷൻ നോക്ക്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 പറഞ്ഞില്ലേ, അപ്പൊ അതേപോലെ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1. എവിടെ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ, അതായത് എക്സ് നെഗറ്റീവ് ആവുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -1, എക്സ് 0 ആകുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0, എഫ് ഓഫ് പോസിറ്റീവ് ആവുന്ന സമയത്ത് ഓക്കെ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1. സോ അതിന്റെ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1ന്റെ ഗ്രാഫ് വരച്ചാൽ മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2ന്റെ ഗ്രാഫ് വരയ്ക്കുന്ന പോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1ന്റെ ഗ്രാഫ് വരച്ചാൽ മതി. പക്ഷേ അത് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ, എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ സൈഡ് അല്ലേ. സോ ഈ സൈഡിൽ നിങ്ങൾ വരയ്ക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1ന്റെ ഗ്രാഫ്. ഓക്കെ, ബട്ട് ഈ ഒരു പോയിന്റ് ഉണ്ടാവില്ല, അതാണ് ഇവിടെ ഒരു ഹോളോ സ്പേസ് കിടക്കുന്നത്. നമ്മൾ സൂം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ഹോളോ സ്പേസ് കിടക്കുന്നത്. ഓക്കെ, മീൻസ് ഒരു കാലിയായിട്ടുള്ള വട്ടം, ഷെയ്ഡ് ചെയ്യാതെ ഒരു കാലിയായിട്ടുള്ള വട്ടം. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1ന്റെ ഗ്രാഫ് വരയ്ക്കുക അവിടെ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1ന്റെ ഗ്രാഫ് നോക്കി, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്റെ ഗ്രാഫ് വരയ്ക്കണം എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ, അതായത് പോസിറ്റീവ് ആവുന്ന സമയത്ത്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഈക്വൽ 1ന്റെ ഗ്രാഫ്. ഓക്കെ, നീ 0ൽ എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, അതായത് വൈൻ്റെ വാല്യൂ 0. അപ്പോൾ അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. സോ ഇവിടെ രണ്ട് കാലിയായ വട്ടവും ഇവിടെ ഒരു ഷെയ്ഡ് ചെയ്ത വട്ടവുമാണ് ഉണ്ടാവുക. ഞാൻ സൂം ചെയ്താൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, സോ ഇതിന്റെ ഡൊമൈനും റേഞ്ചും പറയുകയാണെങ്കിൽ നോക്ക്, ഡൊമൈൻ ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, എല്ലാ റിയൽ നമ്പറിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. റേഞ്ചിലാകെ 3 വാല്യൂസ് ഉള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 3 വാല്യൂസ് ഉള്ളൂ, -1, 0, 1. ഈ വാല്യൂസ് മാത്രമേ ഔട്ട്പുട്ടിലുള്ളൂ. ഓക്കെ, റൈറ്റ്. സോ നെക്സ്റ്റ് എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സിന്റെ ഗ്രാഫാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഗ്രാഫ് കേട്ടോ. ഇതേപോലെ ഒരു വി ഷേപ്പ് ഗ്രാഫ്. അവിടെ ഡൊമൈൻ വരുന്നത് ഓൾ റിയൽ നമ്പർ, റേഞ്ച് വരുന്നത് നോക്ക്. ഗ്രാഫ് ഇവിടെ ഡിഫൈൻഡ് ആയി കിടക്കുന്നത് പോസിറ്റീവ് സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിൽ കവർ ചെയ്ത പോർഷൻ. ഓക്കെ, വൈ ആക്സിസിനെ ഗ്രാഫിനുള്ളിൽ കവർ ചെയ്ത പോർഷൻ. സോ ഗ്രാഫ് വൈ ആക്സിസിൽ കവർ ചെയ്ത പോർഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമാണ്. ഈ പോർഷൻ ഗ്രാഫ് കവർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിനുള്ളിലാണ് ഗ്രാഫ് കിടക്കുന്നത്. സോ വൈ ആക്സിനെ കവർ ചെയ്ത പോർഷൻ എന്നാൽ 0 മുതൽ പിന്നെ അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ. ഓക്കെ, സോ 0 മുതൽ പിന്നെ അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. സോ റേഞ്ച് വരും 0 ടു ഇൻഫിനിറ്റി. റെഡി? സോ റേഞ്ച് 0 ടു ഇൻഫിനിറ്റി. റൈറ്റ്. സോ നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇതിന്റെ പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ കേട്ടോ, ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇത് മോഡുലസ് ഫംഗ്ഷൻ പേര് നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ പേര് ഐഡന്റിറ്റി ഫംഗ്ഷൻ. സോ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് നോക്ക്, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ്, അതായത് വൈ ഈസ് ഈക്വൽ ടു എക്സ്.
എക്സും വൈയും സെയിം എപ്പോഴും എക്സിന്റെ വാല്യൂ എന്താണോ അതന്നെ വൈൻ്റെ വാല്യൂ. അതായത് എക്സ് 1 ആവുന്ന സമയത്ത് വൈയും 1, അതായത് ഈ പോയിന്റ് 1 1. ഓക്കെ, എക്സ് 2 ആകുമ്പോൾ വൈ 2, എക്സ് 3 ആകുമ്പോൾ വൈ 3, എക്സ് 1.5 ആകുമ്പോൾ വൈ 1.5, എക്സ് -1 ആകുമ്പോൾ വൈ -1. അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ ഒരു ലൈൻ വന്നിരിക്കുന്നത്, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ലൈൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ സെയിം തന്നെ. ഡൊമൈൻ റേഞ്ച് രണ്ടും എന്ത് തന്നെ, റിയൽ നമ്പർ തന്നെ. കാരണം അത് നമുക്ക് എക്സ് ആക്സിസ് മൊത്തം കവർ ആവുന്നുണ്ട്, വൈ ആക്സിസ് മൊത്തം കവർ ആവുന്നുണ്ട്. സോ ഇതും ഫുൾ റിയൽ നമ്പർ വരും, ഇതും ഫുൾ റിയൽ നമ്പർ വരും. ഓക്കെ, സോ നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രാഫ് കേട്ടോ. സോ എക്സ് ഓഫ് എക്സിലും മോഡ് എക്സും എക്സ് സ്ക്വയർ നമ്മൾ വ്യത്യാസം നോക്കിയാൽ മോഡ് എക്സ് വി ഷേപ്പ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ഒരു യു ഷേപ്ഡ് ഗ്രാഫാണ്. ഓക്കെ, സോ ഇതിന്റെ അതായത് എഫ് ഓഫ് എക്സിൽ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ വൈ ഈക്വൽ എക്സ് സ്ക്വയർ, ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പോളിനോമിയൽ ഫംഗ്ഷനിൽ പെട്ടൊരു ഫംഗ്ഷനാണ്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോ ഡൊമൈൻ എന്താ, ഇതിന്റെ ഡൊമൈൻ പറഞ്ഞാൽ അതാ ഈ ഫുൾ ഈ എക്സ് ആക്സിസ് മൊത്തം ഇത് കവർ ചെയ്യും. കാരണം ഇത് ഇങ്ങോട്ട് പോകും തോറും ഇത് എന്താ ഇങ്ങനെ സ്പ്രെഡായി ഇങ്ങോട്ട് പോകും. സോ എക്സ് ആക്സിസ് രണ്ട് സൈഡിലും ഫുള്ള് കവർ ചെയ്യും. ബട്ട് വൈ ആക്സിസിന് ഇതിനെ ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, 0 മുതൽ അങ്ങോട്ടേ കവർ ആവുള്ളൂ. ഓക്കെ, സോ ഈ പാർട്ടൊന്നും വൈ ആക്സിസിന്റെ കവേർഡ് അല്ല. സോ അതുകൊണ്ട് റേഞ്ച് വരുന്നത് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, 0 to ഇൻഫിനിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. മോഡ് എക്സിന്റെ അതേ റേഞ്ച് തന്നെ എക്സ് സ്ക്വയറിനും. ഓക്കെ, ഇനി എഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ് നോക്കി ഇതിന്റെ ഡൊമൈൻ റേഞ്ച്. ഓക്കെ, എക്സ് ക്യൂബിനും അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ക്യൂബിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്യൂബിക് പോളിനോമിയലാണ്, പോളിനോമിയലിൽ പെട്ട സാധനമാണ്. ഓക്കെ, സോ ഇതിന്റെയും ഡൊമൈൻ നോക്കി ഇത് ഫുൾ കവർ ആവും. കാരണം ഈ ഗ്രാഫ് ഇനി അങ്ങോട്ട് പോകും തോറും കുറെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ സ്പ്രെഡായി പോകും. ഓക്കെ, ഈ ഭാഗത്തേക്ക് സ്പ്രെഡ് ആവും, ഈ ഭാഗത്തേക്ക് സ്പ്രെഡ് ആവും. അതുകൊണ്ട് എക്സ് ആക്സിസ് കംപ്ലീറ്റ് കവർ ആവും. സോ ഡൊമൈൻ എക്സ് ആക്സിസിന്റെ മേലെ കിട്ടും, ഓൾ റിയൽ നമ്പർ. റേഞ്ച് വൈ ആക്സിന്റെ മേലെ കിട്ടും. നോക്ക് വൈ ആക്സിസും ഇത് ഫുള്ള് കവർ ആവുന്നുണ്ട്, ഗ്രാഫ് താഴത്തേക്കും പോകുന്നുണ്ട്. സോ പോസിറ്റീവ് നെഗറ്റീവ് വൈ ആക്സിസ് കംപ്ലീറ്റ് കവർ ആവും. അതുകൊണ്ട് ഇതിന്റെ റേഞ്ച് എന്ത് വരും, റിയൽ നമ്പർ. സോ ഡൊമൈൻ റേഞ്ച് നമുക്ക് ഗ്രാഫ് എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി എഫ് എക്സ് ഈക്വൽ ടു ബോക്സ് എക്സ്, ഇതാ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ പേര് നോക്കി വെച്ചോ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഓക്കെ, സോ അത് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ്, ഈ ബോക്സ് ഇട്ടുള്ള സാധനം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബോക്സ് എക്സ് നമുക്ക് വിളിക്കാം. ഓക്കെ, സോ ഈ ഗ്രാഫ് നോക്ക് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കഷ്ണമായിട്ടാണ് ഗ്രാഫ് ഉണ്ടാവുക. ഓരോ ഇൻറ്റിജറിൽ എത്തുമ്പോൾ ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. സോ 1ൽ നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു ഹോളോ സ്പേസ് ആട്ടോ. കാരണം 1ൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ 1 അല്ല. ഓക്കെ, അല്ല 1ൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ 0 അല്ല, 1ൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. മീൻസ് ഈ പോയിന്റ് ഈ ഫംഗ്ഷന്റെ വാല്യൂ ഇതാണ് എടുക്കുന്നത്. അതായത് ഈ പോയിന്റ് ഇവിടെ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഇടുന്നത്. സോ നിങ്ങൾ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷേപ്പ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, എത്ര എക്സാക്ട് ആയിട്ട് വരച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ഈ ഒരു ഷേപ്പ് മനസ്സിലാക്കിയാൽ മതി. ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു സാധനമാണ് വരിക ഈ ബോക്സ് എക്സിന്. ഓക്കെ, കഷ്ണമായിട്ടുള്ള. ഓക്കെ, സോ ദിസ് ഇസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഡൊമൈനും റേഞ്ചും ഓക്കെ, ഡൊമൈൻ എൻറ്റയർ റിയൽ നമ്പർ, കാരണം അത് ഫുൾ ഇത് കവർ ചെയ്യുന്നുണ്ട്. സോ റേഞ്ച് പക്ഷേ ഈ പോർഷൻ ഒന്നും ഗ്രാഫിൻ്റെ കവർ ആയിപ്പെട്ടില്ല. ഈ ഇൻറ്റിജേഴ്സിൽ മാത്രമേ ഗ്രാഫ് ഉള്ളൂ അല്ലേ. 1ന്റെ ഈ ഇൻറ്റിജറിലൂടെ മാത്രമേ പോകുന്നുള്ളൂ, 2 ഈ ഇൻറ്റിജറിലൂടെ മാത്രമേ പോകുന്നുള്ളൂ, അല്ലാതെ ഇതിൻ്റെ ബിറ്റ്വീനിലൊന്നും ഗ്രാഫ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ചിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഇൻറ്റിജേഴ്സ് മാത്രമേ ഉള്ളൂ റേഞ്ച്. ഓക്കെ, ഇനി എഫ് എക്സ് ഈക്വൽ ടു 1/x റെസിപ്രോക്കൽ ഫംഗ്ഷൻ ആണ് പേര്, റെസിപ്രോക്കൽ. ഓക്കെ, റെസിപ്രോക്കൽ പേരിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ ഇക്വേഷൻ ആണ്. സോ ഡൊമൈനും റേഞ്ചും എഴുതാനാണ്. ഡൊമൈൻ ഇവിടെ നോക്ക്, ഇത് എല്ലാ റിയൽ നമ്പറിലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഉദാഹരണത്തിന് ഈ പോയിന്റിൽ ഡിഫൈൻഡ് ആണ്, ഇതാണ് ഇതിൻ്റെ വാല്യൂ, ഈ പോയിന്റ് ഡിഫൈൻഡ് ആണ്. ഈ 0ൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ 0ൽ ഇതിങ്ങനെ പോവാന്നല്ലാതെ ഫംഗ്ഷൻ്റെ വാല്യൂ അവിടെ ഡിഫൈൻഡ് അല്ല. ഇതാ ഈ പോയിന്റ് ഡിഫൈൻഡ് ആണ്, ഈ പോയിന്റ് ഡിഫൈൻഡ് ആണ്, ഈ പോയിന്റ് ഡിഫൈൻഡ് ആണ്. 0ൽ എന്താ ഫംഗ്ഷൻ്റെ വാല്യൂ ഇത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുള്ളൂ. ഓക്കെ, സോ ഡൊമൈൻ വരിക 0ൽ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് R-0 വരും. ഓക്കെ, റേഞ്ചും അതേപോലെ തന്നെ. ഓക്കെ, R-0 തന്നെ വരും. കാരണം ഒരിക്കലും ഇതിൻ്റെ ഔട്ട്പുട്ട് ഓക്കെ വാല്യൂ ഒരിക്കലും എന്താവുന്നില്ല 0 ആവുന്നില്ല. ഇതിൻ്റെ 1/x ഒരിക്കലും ഇസ് ഈക്വൽ ടു എന്താവുന്നില്ല 0 ആവുന്നില്ല. ഓക്കെ, സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറേ ഉണ്ട്. നിങ്ങൾ ഡൊമൈൻ റേഞ്ച് സെയിം ആണ് എന്ന് ബൈഹാർട്ടായിട്ട് പഠിച്ചു വെക്കുന്നതാണ്. ഈ ഒരു പോയിന്റിൽ എക്സാമിൻ്റെ വളരെ അടുത്ത് നിൽക്കുന്ന സമയത്ത് എളുപ്പം ഇതാണ്. സോ ഡൊമൈൻ ഈക്വൽ ടു R-0, റേഞ്ചും R-0. ഓക്കെ, സോ മൂവിങ് ഓൺ ദ നെക്സ്റ്റ് തിങ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, അതായത് സൈൻ എക്സും നമ്മുടെ കോസ് എക്സും. ഓക്കെ, സോ ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചുള്ളത് സൈൻ എക്സിന്റെ ഗ്രാഫാണ്. സോ സൈൻ എക്സിന്റെ ഗ്രാഫിൽ നിങ്ങൾ സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ഗ്രാഫ് കാണാൻ ഏതാണ്ട് ഒരുപോലെ തന്നെ തോന്നും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടും ഒരുമാതിരി പാമ്പ് പോലെ ഇങ്ങനെ കിടക്കുന്ന ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം സൈൻ എക്സ് ഇങ്ങനെ ഒറിജിനിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, കോസ് എക്സിന്റെ ഗ്രാഫ് ഒറിജിനിലൂടെ പാസ് ചെയ്യില്ല. കാരണം ഇങ്ങനെ ആയിരിക്കും 0,1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, മറ്റേത് 0,0 പാസ് ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. രണ്ട് ഗ്രാഫും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഈ ഗ്രാഫിന്റെ ഡൊമൈൻ നോക്ക്, ഡൊമൈൻ എക്സ് ആക്സിസ് മൊത്തത്തിൽ അത് കവർ ചെയ്തിട്ടുണ്ട്, എക്സ് ആക്സിസ് മൊത്തം അത് കവർ ആയിട്ടുണ്ട് ഗ്രാഫ്. ഓക്കെ, ഡൊമൈൻ റിയൽ നമ്പർ വരും. ബട്ട് വൈ ആക്സിസ് നോക്കി നോക്കും മക്കളെ, എവിടെ മുതൽ എവിടെ വരെ കവർ ആയിട്ടുള്ളൂ, ഇത് -1 ആണ് വാല്യൂ.
ഓക്കെ, ഇത് -1 ആണ്, ഇത് +1 ആണ്. സോ y ആക്സിസ് -1 മുതൽ +1 വരെ കവർ ആവുന്നുള്ളൂ. ഇതിന്റെ മേലേക്ക് ഗ്രാഫ് പോകുന്നില്ല, ഈ പോയിന്റ് വരെ ഗ്രാഫ് ഉള്ളൂ. സോ ഇതിന്റെ റേഞ്ച് വരുന്നത് -1 to 1. കോസ് എക്സും ഡൊമൈനും റേഞ്ചും സെയിം തന്നെയാണ്. ഓക്കെ, എക്സ് ആക്സിസ് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. y ആക്സിസ് നോക്കുകയാണെങ്കിൽ -1 മുതൽ 1 വരെ നോക്കുക. മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ ഇതാ ഈ പോയിന്റിലേക്ക് -1 ആണ്. ഓക്കെ, സോ -1 മുതൽ 1 വരെ കവർ ചെയ്തിട്ടുള്ളൂ. സോ ഡൊമൈനും റേഞ്ചും സെയിം തന്നെ. ഡൊമൈൻ ഓൾ റിയൽ നമ്പർ, റേഞ്ച് എന്ന് പറഞ്ഞാൽ -1 to 1. ഓക്കെ, സോ ഇത്രയും ഗ്രാഫുകളാണ് നമുക്ക് +1 പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പം മോഡെക്സിന്റെ ഗ്രാഫിലൊക്കെ ചെറിയ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് ഇപ്പം മോഡെക്സിന്റെ ഗ്രാഫിലൂടെ പോയി അതാ മോഡെക്സ് +1 എന്നെല്ലാം വരുന്നതിനനുസരിച്ച് ഈ ഇക്വേഷൻ ഈ ഗ്രാഫിൽ വ്യത്യാസം വരും. ഓക്കെ, സോ ഈ ഗ്രാഫ് തന്നെ ഒരു യൂണിറ്റ് മേലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെയാവും ഇതിന്റെ ഗ്രാഫ്, ഒരു യൂണിറ്റ് മേലേക്ക് പോയിട്ട് മോഡെക്സ് +1 ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു വ്യത്യാസം കാണിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഈ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾ അത് നോക്കുക. കാരണം കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചത് 3 - മോഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. വെറും മോഡെക്സ് അല്ല ചോദിച്ചത്, 3 - മോഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ 3 - മോഡെക്സ് മാത്രമല്ല, ഇവിടെ എന്തൊക്കെ ചേഞ്ച് വരികയാണെങ്കിൽ അതിനനുസരിച്ച് ഗ്രാഫിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതുള്ള ഒരു ഷോർട്ട് ഉണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് മോഡെക്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ഗ്രാഫിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേ മാറ്റങ്ങൾ തന്നെയാണ് x² ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ x² +1 മോഡെക്സ് +1 ഉണ്ടാവുന്ന പോലെ തന്നെയാണ് x² +1 സംഭവിക്കുക. ഒരു യൂണിറ്റ് മേലേക്കും താഴത്തേക്കും ഒക്കെ ഇതേപോലെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മാക്സിമം ഷെയർ ചെയ്യുക.